സ്കൂളിൽ നിന്ന് വിട്ടുനിന്ന അധ്യാപകനെതിരെ നടപടി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ്. സ്കൂളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ നിന്ന് അധ്യാപകൻ വിട്ടുനിൽക്കുന്നു എന്ന നിലപാടിലാണ് ഈ നടപടി. 24 മണിക്കൂറിനുള്ളിൽ സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം. അനൽക സെയ്ദ് MV ചേരുന്നു വിവരങ്ങളുമായി. അനൽക, സൂംബ ആവശ്യമുള്ളവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് വേണ്ട എന്ന് പറയുമ്പോഴും അത് നടപ്പാക്കാത്ത അധ്യാപകർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും എന്ന സൂചനയാണിത്. ഇപ്പോൾ അഷ്റഫലിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. എത്ര ദിവസത്തേക്കാണ് സസ്പെൻഷൻ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? ലക്ഷ്മി, ഈ സൂംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിട്ടുള്ളത്. സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ്, അത് നിർദ്ദേശമാണ്. തിരുവനന്തപുരത്തുള്ള ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു ഉത്തരവാണ്. അതായത് DDക്ക് ഒരു നിർദ്ദേശം പോയിട്ടുണ്ട്. ഇത് പ്രകാരം DD ആണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സ്കൂൾ മാനേജർക്ക് നൽകിയിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ അധ്യാപകനായിട്ടുള്ള TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ TK അഷ്റഫ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടക്കത്തിൽ തന്നെ സൂംബ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സൂംബയ്ക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിശക്തമായിട്ടുള്ള വിമർശനമാണ് ഇദ്ദേഹം ആദ്യം ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയുള്ള, അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ വിചിത്രമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നു. അങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ TK അഷ്റഫ് സംസ്ഥാന സർക്കാരിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ സസ്പെൻഡ് ചെയ്യാനാണ് തിരുവനന്തപുരം DGAയുടെ നിർദ്ദേശപ്രകാരമുള്ള DDയുടെ ഉത്തരവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഈ ആദ്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിലപാട് വ്യക്തമാക്കുന്നു. അതിനുശേഷം അത് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റ് സുന്നി സംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിനകത്താണ് ഈ സൂംബ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ ഈ സൂംബയ്ക്കെതിരെ അല്ലെങ്കിൽ ഇത് നടപ്പാക്കില്ല എന്ന് നിലപാടെടുത്തതിൻ്റെ പേരിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള TK അഷ്റഫിനെതിരെ നടപടി നീക്കവുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിലെ മാനേജർക്കാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടുത്ത 24 മണിക്കൂറിനുള്ള അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കണമെന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് വെച്ചിട്ട് ഈ വിഷയത്തിൽ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ വിഷയത്തിനകത്ത് അദ്ദേഹം പ്രതികരിക്കാമെന്നാണ് നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്മി, അനൽക, ഇപ്പോൾ അഷ്റഫിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റേതെങ്കിലും അധ്യാപകർക്കെതിരെ ഇങ്ങനെ നടപടി നിർദ്ദേശമുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടോ? ലക്ഷ്മി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം രംഗത്ത് വരുന്നത് ഈ TK അഷ്റഫാണ്. TK അഷ്റഫ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതിനുശേഷം അദ്ദേഹം പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഈ പരിപാടി നടപ്പിലാക്കുന്നതിൽ ഞാൻ വിട്ടുനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഏത് നടപടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന ഒരു നിലപാട് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം മാത്രമാണ് ഈ വിഷയത്തിൽ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സ്കൂളിൽ നടപ്പിലാക്കിയ സൂംബയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിനകത്ത് ഇത് നടപ്പാക്കില്ല എന്ന നിലപാട് പബ്ലിക്കായി സ്വീകരിച്ചിട്ടുള്ളത് ഇദ്ദേഹം മാത്രമാണ്. ഇദ്ദേഹത്തിനെതിരെ മാത്രമാണ് ഇത്തരത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടി അടുത്ത 24 മണിക്കൂറിനുള്ള അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് DD സ്കൂൾ മാനേജർക്ക് ലഭിച്ച നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. വൈകുന്നേരം കോഴിക്കോട് വെച്ച് നടക്കുന്ന വിസ്ഡം ഇസ്ലാം യൂത്ത് ഓർഗനൈസേഷന്റെ പരിപാടി ഈ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ തന്നെ സൂംബ വിവാദത്തിൽ നിന്നും അല്പം പിറകോട്ട് നിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഒരു പിന്തുണ മറ്റ് സമൂഹത്തിൽ നിന്ന് ലഭിക്കാത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിനകത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നടപടിയെടുക്കാൻ. അനൽക സെയ്ദ് MV ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കോഴിക്കോട് നിന്ന്.